ഹലോ ഓൾ 2026 ജനുവരി 24 നടന്ന ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ എക്സാം അനാലിസിസും എക്സ്പെക്റ്റഡ് കട്ട് ഓഫുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് എക്സാം ആയിരുന്നു. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജനറൽ നോളജിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ആവറേജ് ആയിട്ട് തന്നെ പറയാം. ശരിക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒത്തിരി സിമ്പിൾ ചോദ്യങ്ങളും ചില ടഫ് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ എക്കണോമിക്സ് കുറച്ച് ടഫായിട്ട് തന്നെ ചോദിച്ചു. അതിൽ പുത്തൻ സാമ്പത്തിക നയം, അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ, സ്വകാര്യവൽക്കരണം, ആ കേസൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എക്കണോമിക്സ് കുറച്ച് ടഫായിട്ട് ചോദിച്ചു. അതുപോലെ ചെറുകിട വ്യവസായത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞ് എക്കണോമിക്സ് നമുക്കൊരു ടഫ് എന്ന കാറ്റഗറിയിലേക്ക് എടുക്കാം. ഇനി സയൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തികച്ചും ടഫ് എന്ന് പറയാൻ കഴിയത്തില്ല. ഒരു ആവറേജിൽ നിന്നും ടഫിലേക്ക് എന്ന രീതിയിൽ മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. അതിൽ ഏതാണ് pH മൂല്യമേടിനേക്കാൾ കുറവുള്ള ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം നമുക്ക് എന്താണ് കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് എന്ന രീതിയിൽ എടുക്കാനായിട്ട് കഴിയും. ഓക്കെ ആണല്ലോ. അപ്പം സയൻസ് ആവറേജിൽ നിന്നും ടഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നോക്കാം. അതുപോലെ നമ്മൾക്ക് ആർട്സ് സ്പോർട്സ് ഒക്കെ നോക്കുകയാണെങ്കിലും അവിടെ ഒരു ടഫ് എന്നൊരു രീതിയിലേക്ക് പോകാനായിട്ട് കഴിയുന്നുണ്ട്. ടഫ് ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു സാധാരണ രീതിയിനെക്കാട്ടിലും. അടുത്തത് നമ്മൾ മാത്സിൻ്റെ ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ മാത്സ് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു 2 ചോദ്യം ചോദിച്ചു അല്ലെങ്കിൽ ഒരു 3 ചോദ്യം ചോദിച്ച് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. 1-2 ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ഒന്ന് ടഫായിട്ട് തോന്നിയത്. ഇനി ഇംഗ്ലീഷും വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അവിടെ നമുക്കൊരു 2 ചോദ്യങ്ങളൊക്കെ ഒന്ന് ഡിഫിക്കൽട്ട് ലെവലിലേക്ക് എടുത്താൽ ബാക്കിയൊക്കെ കുറച്ച് കിട്ടുന്ന ചോദ്യങ്ങളായിരുന്നു. മലയാളം വളരെ എളുപ്പമായിരുന്നു. അവിടെ ഒരു ചോദ്യം മാത്രം, ഒരു ചോദ്യമൊക്കെ മിസ്സാവുന്നെങ്കിലേ ഉള്ളൂ, ബാക്കി എല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഇനി സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്ത് നിന്ന്. അതിൽ സൈക്കോളജിയൊക്കെ അത്യാവശ്യം പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്നു. വിവരാവകാശം, മനുഷ്യാവകാശത്തിൽ നിന്ന് കുറച്ച് ഡീപ്പായിട്ട് വായിച്ചവർക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മൾ എക്സാം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേനും ഒരു ആവറേജ് എക്സാം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എക്സാം ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു എന്ന് പറയാനായിട്ട് കഴിയും. നമുക്കറിയാം യൂണിഫോം ഉള്ള പോസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നമ്മൾ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം മെയിൻസിന് ഫീമെയിൽ പ്രിസൺ ഓഫീസറിൻ്റെ മെയിൻസിന് 69 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. അന്നത്തെ ചോദ്യ പേപ്പർ കുറച്ചും കൂടെ സിമ്പിളായിരുന്നു എന്ന് പറയാം. അന്ന് നമുക്ക് 1 വേർഡ് ചോദ്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫും കോമ്പറ്റീഷൻ്റെ ലെവലും ഇന്നത്തെ ഒരു എക്സാമിൻ്റെ അനാലിസിസും എല്ലാം കൂടി വെച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറയാനായിട്ട് പോവുകയാണ്. 66 മാർക്കിനും 72 മാർക്കിനും ഇടയ്ക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫ്. പലർക്കും പല അഭിപ്രായങ്ങളും കാണാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 66 മുതൽ 72 വരെയുള്ള കട്ട് ഓഫ് മാർക്കാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാനും പോലീസ് എക്സാമിനും ഒക്കെ പ്രഡിക്റ്റ് ചെയ്ത കട്ട് ഓഫുകൾ ഏകദേശം സെയിം ആയിരുന്നു. നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോകൾ നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ടഫാണോ, ആവറേജ് ആണോ, ഈസി ആണോ എന്നുള്ളതൊക്കെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി പ്രൊവിഷണൽ കീ വരുമ്പോഴത്തേനും നമുക്കതിനകത്ത് നോക്കി നിങ്ങൾ മാർക്ക് കൂട്ടി നോക്കി ഇടുക. ഇപ്പോൾ തന്നെ കുറേ പേര് മാർക്കൊക്കെ കൂട്ടി കാണും. പിന്നെ ഒരു പ്രധാന കാര്യം, 10th ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ സിലബസ് വൈസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇന്നത്തെ പരീക്ഷയിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം. റിവിഷൻ എക്സാമുകളും മോക്ക് ടെസ്റ്റും ഒക്കെ അതിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ മാക്സിമം ഇനി വരുന്ന അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ പരീക്ഷ പാടായിരുന്നവരൊന്നും വിഷമിക്കേണ്ട. ഒത്തിരി നല്ല അവസരങ്ങളാണ് 2026 വരാനായിട്ട് പോകുന്നത്. 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അവസാനം വരെ നിങ്ങൾക്ക് പരീക്ഷകൾ ഒത്തിരി വരുന്നുണ്ട്. ഇതിൽ നിന്നും തെറ്റിയ ചോദ്യങ്ങൾ കണ്ടെത്തി ആ ഭാഗങ്ങൾ കൂടുതൽ പഠിച്ചിട്ട് എന്താണ് തെറ്റിയത് ആ ഭാഗങ്ങൾ മനസ്സിലാക്കി കൂടുതൽ പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തുക. താങ്ക് യു.